ഹലോ ഗൈസ്, മാത്യു 360 ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മളൊരു മധുബൂത്ത് ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് നമ്മൾ സാധാരണ എല്ലാ വീക്കെൻഡിലും നമ്മളൊരു സ്പെഷ്യൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഈ വീക്കെൻഡിൽ നമ്മൾ ഒന്ന് മധുബൂത്ത് ട്രൈ ചെയ്യാന്ന് വെച്ചു. അപ്പോൾ മധുബൂത്തിന് വേണ്ടി നമ്മൾ 1 കിലോ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമ്മളൊരു സവോള, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു ക്യാപ്സിക്കം, 4-5 പച്ചമുളക്, പിന്നെ പട്ട, ഏലക്ക, ഗ്രാമ്പു, പിന്നെ ഇത് നമ്മുടെ സ്പെഷ്യൽ മസാല. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്ന് മധുബൂത്ത് ഉണ്ടാക്കുന്ന കുക്കറിലാണ്. അപ്പൊ നമുക്ക് കുക്കർ വെച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓണാക്കാം. അപ്പം കുക്കർ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് സൺഫ്ലവർ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്തു. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്തു. ഒന്ന് ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം. അപ്പം ഏകദേശം ഒന്ന് വഴണ്ടിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് സവോള, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പൊ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്തു. അപ്പൊ അതിലേക്ക് തക്കാളി, നമ്മൾ വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. അത് മിക്സിയിലിട്ട് നല്ലോണം അരച്ചതാണ്, അതുകൊണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഈ സമയം ആവശ്യത്തിനായ ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുകയാണ്. ബാക്കി 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല. അപ്പൊ ഇത്ര ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഇതൊന്ന് മസാല ഒന്ന് പിടിച്ചു കഴിഞ്ഞ സമയത്തേക്ക് നമുക്ക് ഒരു ക്യൂബ് ആഡ് ചെയ്ത് കൊടുക്കും, ചിക്കൻ ക്യൂബ്. അപ്പൊ മസാല ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കും. ഇതിലേക്ക് നമുക്ക് സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയത് മധുബൂത്ത് മസാല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ റെസിപ്പി നമുക്ക് പിന്നൊരു ദിവസം പറഞ്ഞുതരാം. ചെയ്യാം. അപ്പൊ ഇതിലേക്ക് നമുക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കും. തിള വന്നു, ഓൾറെഡി ചൂടുവെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് തിള വരും. അത് ആ സമയത്തേക്ക് നമുക്ക് റൈസും കൂടെ ആഡ് ചെയ്യാം. ഇപ്പൊ ഏകദേശം തിള വന്നിട്ടുണ്ട്. നമുക്ക് കഴുകി വൃത്തിയായിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. അപ്പോ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്ന അനുപാതത്തിലാണ് നമ്മൾ അരിക്ക് വേണ്ടി വെള്ളം ഒഴിച്ചു വെച്ചേക്കുന്നത്. അപ്പൊ അതിലേക്ക് 4-5 പച്ചമുളക് ആഡ് ചെയ്യുകയാണ്. കൂട്ടത്തിൽ തന്നെ ഒരു നാരങ്ങ ആഡ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ എല്ലാം റെഡിയാക്കിയ സമയത്തേക്ക് 2 ഉണക്ക നാരങ്ങ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മൂടിയിട്ടിട്ട് ഒറ്റ വിസിലടിക്കുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം.
അപ്പൊ നമുക്ക് കുക്കർ അടച്ചിട്ട് ഒരു വിസിൽ അടിക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ അടിക്കുന്നവരെ. അപ്പോൾ വിസില് അടിച്ചിട്ടുണ്ട്, ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. നമുക്കിതിന്റെ എയർ പോകുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പൊ എയർ എല്ലാം പോയിട്ടുണ്ട്. നമുക്കിനി തുറന്നു പോകാം. അപ്പൊ നമുക്ക് ചിക്കൻ മദ്ബൂത്ത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അവസാനമായിട്ട് ശകലം മല്ലിയില അരിഞ്ഞതും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മദ്ബൂത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുത്ത് സബ് ചെയ്യാനും ഇത് ട്രൈ ചെയ്ത് നോക്കാനും മറക്കല്ലേ. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.